നമസ്കാരം. വീണ്ടും ചൈനയ്ക്കിട്ട് വമ്പൻ പണി കൊടുത്ത് നമ്മുടെ ഭാരതം. മോദിയുടെ ബുദ്ധിയിൽ ചൈനീസ് തന്ത്രങ്ങൾ പാളുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്താണെന്നല്ലേ, വിശദമായി തന്നെ പറയാം. ചൈനയെ പിന്തള്ളിക്കൊണ്ട് റഷ്യൻ എണ്ണയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരനായി നമ്മുടെ ഇന്ത്യ ഉയർന്നു വന്നിരിക്കുകയാണ്. ജൂലൈയിൽ ചൈനയുടെ ഇറക്കുമതിയെ മറികടന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിയത്. ജൂലൈയിൽ മാത്രം നമ്മുടെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള എണ്ണ ഇറക്കുമതി പ്രതിദിന റെക്കോർഡ് 2.07 ദശലക്ഷം ബാരലായി മാറി. ഇത് ജൂൺ മാസത്തേക്കാൾ 12% കൂടുതലും കഴിഞ്ഞ വർഷത്തേക്കാൾ 12% കൂടുതലുമാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള പോരാട്ടം 2022 ആരംഭിച്ചത് മുതൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് ഓയിൽ സ്രോതസ്സാണ് റഷ്യ. ഇന്ത്യയുടെ ആകെ എണ്ണ ഇറക്കുമതിയുടെ 36% വരും റഷ്യയിൽ നിന്നുമുള്ള ഇറക്കുമതി. ഉക്രൈനിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ യൂറോപ്പ് എണ്ണ പ്രകൃതിവാതക ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റിയിരുന്നു. യൂറോപ്പ് ഉയർന്ന വില നൽകിയതിനാൽ മിക്ക മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ വിതരണക്കാരും യൂറോപ്പിന് പ്രാമുഖ്യം കൊടുത്തു. യൂറോപ്പ് കൂടുതൽ പണം നൽകുന്നതിനാൽ ഇന്ത്യക്കും കൂടുതൽ പണം നൽകേണ്ടി വരുമെന്നായിരുന്നു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് റഷ്യയിലെ ഇറക്കുമതിയെ ഇന്ത്യ കൂടുതലായും ആശ്രയിച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിച്ചതിനാൽ ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ ക്രൂഡ് ഓയിൽ കൂടുതലായി ഇറക്കുമതി ചെയ്തു. റഷ്യൻ ക്രൂഡ് ബാരലിന് $7 മുതൽ $8 കിഴിവിൽ ലഭ്യമാണ്. ഇത് കാരണമാണ് ഇന്ത്യൻ എണ്ണ കമ്പനികൾ റഷ്യൻ ക്രൂഡ് വാങ്ങുന്നതിന് കൂടുതലായി താല്പര്യം കാണിക്കുന്നത്. സ്വകാര്യ എണ്ണ കമ്പനികളായ റിലയൻസ് ഇൻഡസ്ട്രീസും നയാര എനർജിയുമാണ് റഷ്യയിൽ നിന്നും 45% സംസ്കൃത എണ്ണയും ഇറക്കുമതി ചെയ്തത്. റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റിന് പങ്കാളിത്തമുള്ള എണ്ണ വിതരണ കമ്പനിയാണ് ഈ നയാര എനർജി. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ഉയർന്ന റഷ്യൻ ക്രൂഡ് കയറ്റുമതിയും ചൈനീസ് എണ്ണ കമ്പനികളുടെ കുറഞ്ഞ ഇറക്കുമതിയും ഇന്ത്യയിലെ എണ്ണ കമ്പനികൾക്ക് കൂടുതൽ ക്രൂഡ് ഓയിൽ ലഭ്യമാക്കി. റഷ്യയുമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ സൗഹൃദം ഇവിടെ അവസാനിക്കുന്നതല്ല കേട്ടോ. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ഇപ്പോൾ നിർണായക പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി മോദി നിലവിൽ നടത്തുന്ന യുക്രൈൻ സന്ദർശനം പോലും ഈ ഒരു ലക്ഷ്യത്തിലാണ്. കാരണം യുക്രൈൻ സംഘർഷം അവസാനിക്കുന്നതിന് ഇന്ത്യയുടെ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുമെന്ന് യാത്രയ്ക്ക് മുമ്പായി നടത്തിയ പ്രസ്താവനയിൽ നരേന്ദ്രമോദി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ക്ഷണം സ്വീകരിച്ചിട്ടാണ് അദ്ദേഹം നിലവിൽ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് 30 വർഷത്തിനിടെ ഇത് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത്. മേഖലയിലെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മോദി പറയുന്നു. റഷ്യ യുക്രൈൻ സംഘർഷം തുടരുന്നതിനിടയിലാണ് മോദിയുടെ സന്ദർശനം. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി മോദി ചർച്ച നടത്തും. അടിസ്ഥാന മേഖലയിലെ വികസനം, കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രതിരോധം തുടങ്ങി ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും ചർച്ച നടത്തുമെന്നാണ് വിവരം. കൂടാതെ ഇതിനു പുറമെ യുക്രൈനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും നരേന്ദ്രമോദി കാണുന്നുണ്ട്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ചർച്ച വേണമെന്ന നിലപാട് നരേന്ദ്രമോദി ആവർത്തിക്കുക തന്നെ ചെയ്യും. പ്രധാനമന്ത്രി മോദി തന്റെ പുറപ്പെടൽ പ്രസ്താവനയിൽ ഉക്രൈനെ സുഹൃത്ത് പങ്കാളി എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു. സമാധാനവും സ്ഥിരതയും ഉടൻ മടങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പോളണ്ടിൽ നിന്ന് പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരം ഞാൻ ഉക്രൈൻ സന്ദർശിക്കും. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈനിലേക്കുള്ള ആദ്യ സന്ദർശനമാണിത്. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് പ്രസിഡന്റ് സെലൻസ്കിയുമായി നേരത്തെ നടത്തിയ സംഭാഷണങ്ങൾ വികസിപ്പിക്കാനുള്ള അവസരത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. നിലവിലുള്ള ഉക്രൈൻ സംഘർഷത്തിന്റെ സമാധാനപരമായ പരിഹാരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കിടുക അദ്ദേഹം പറഞ്ഞു. ഒരു സുഹൃത്തും പങ്കാളിയും എന്ന നിലയിൽ മേഖലയിൽ സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും ആദ്യകാല തിരിച്ചുവരവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ സന്ദർശനം ഇരു രാജ്യങ്ങളുമായുള്ള വിപുലമായ ബന്ധങ്ങളുടെ സ്വാഭാവിക തുടർച്ചയായി പ്രവർത്തിക്കുമെന്നും കൂടുതൽ ശക്തവും കൂടുതൽ ഊർജ്ജസ്വലവുമായ അടിത്തറ സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. വരും വർഷങ്ങളിലെ ബന്ധങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്നാൽ പ്രധാനമന്ത്രിയുടെ റഷ്യ സന്ദർശനത്തിന് പിന്നാലെയാണ് ഈ യുക്രൈൻ സന്ദർശനം എന്നതാണ്. കഴിഞ്ഞ മാസമാണ് അദ്ദേഹം റഷ്യ സന്ദർശിച്ചത്. ഈ വർഷം ജൂണിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി സെലൻസ്കിയുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും ഈ സംഘർഷം സമാധാനമായി പരിഹരിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യ പിന്തുണ നൽകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് വീണ്ടും ഇത്തരത്തിൽ ഇന്ത്യയുടെ ഈ ഒരു നീക്കം. ഇതിനിടയിൽ അമേരിക്കയുടെ കുതന്ത്രങ്ങൾ അരങ്ങേറുമ്പോഴും ഇന്ത്യ നടത്തുന്ന ഇത്തരം നീക്കം യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒന്ന് മനസ്സിലായല്ലോ, വിദേശ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം അത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. മോദിയുടെ ബുദ്ധിയിൽ ഇന്ന് ഇന്ത്യ വാനോളം തന്നെ ഉയർന്നു നിൽക്കുകയാണ്.